നമ്മുടെയൊക്കെ ലൈഫിൽ ചില സമയത്ത് മനസ്സിൻ്റെ ശക്തി ഇല്ലാതായി പോകുന്ന, ചോർന്നു പോകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. ധൈര്യം ക്ഷയിച്ചു പോകുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴായിരിക്കാം. പ്രതീക്ഷിക്കാത്ത ചില ബാഡ് ഇൻസിഡൻസ് ജീവിതത്തിൽ വരുന്നത് കൊണ്ടായിരിക്കാം. ചെയ്യാത്ത കുറ്റത്തിന് നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുമ്പോഴായിരിക്കാം. എന്തു തന്നെയായാലും മനസ്സിൻ്റെ ധൈര്യം ക്ഷയിച്ചു പോകുന്ന, ബലം ക്ഷയിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, ഹൃദയത്തിൽ മുള്ളു കൊള്ളുന്നത് പോലുള്ള വേദനകൾ. നമ്മുടെ മനസ്സിന് ധൈര്യം തരാൻ ചുറ്റും ഒരുപാട് പേര് ഉണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു ഇഷ്യൂ, ഈ ഒരു കാര്യം ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത ഒരു പ്രൈവറ്റ് കാര്യമായതുകൊണ്ട് അവർക്കാർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും? ധൈര്യം വേണം, ആരോടും ഒട്ട് പറയാനും പറ്റത്തില്ല. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ, ഇസ്രായേലിലെ മധുര ഗായകൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ദാവീദ്, 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ദാവീദ് വലിയ കഷ്ടത്തിലായി, താൻ സ്നേഹിച്ചവർ തന്നെ ഒറ്റപ്പെടുത്തി, റിജക്ഷൻസ് ഉണ്ടായി, അവരെല്ലാം തൻ്റെ നേരെ വിരൽ ചൂണ്ടി, മനസ്സിൻ്റെ ശക്തി ഇല്ലാതായി തീർന്നു, വലിയ കഷ്ടത്തിലായി. അദ്ദേഹം ചെയ്തൊരു കാര്യം അവിടെ എഴുതി വച്ചിരിക്കുന്നു: ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റീസൺ എന്തുവായിക്കോട്ടെ, മനസ്സിൻ്റെ ധൈര്യം ക്ഷയിച്ചുപോയി, ആരോടും അത് പങ്കുവെക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയിൽ ധൈര്യപ്പെടുക. നമ്മുടെ ഏതൊരു കാര്യവും കേൾക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു യേശുവിനെ നമുക്കറിയാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. ധൈര്യത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ അടുത്തു വന്നാൽ ബലമില്ലാത്തവർക്ക് ബലം പകരുന്നൊരു ദൈവമുണ്ട്, ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകുമ്പോൾ ഇമ്മാനുവേലായി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു യേശു നമുക്കുണ്ട്. അതുകൊണ്ട് മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന, ധൈര്യം ക്ഷയിച്ചു പോയിരിക്കുന്ന, ഹൃദയത്തിൽ ഭാരം കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യഹോവയിൽ ധൈര്യപ്പെടുക, വചനത്തിൽ ധൈര്യപ്പെടുക. കർത്താവ് നിങ്ങളുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തും. ഗോഡ് ബ്ലെസ് യു.